ആലപ്പുഴയിൽ സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. കാർത്തികപള്ളി യു പി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അശ്വിൻ ബലായി ആലപ്പുഴയിൽ നിന്ന് ചേർന്നു. അശ്വിൻ, ഇന്ന് ഞായറാഴ്ചയായിരുന്നു, തിങ്കളാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ ഇരുന്നു പഠിക്കേണ്ട കെട്ടിടമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? കാലപ്പഴക്കം ഏറെയുള്ള കെട്ടിടമാണോ? സുഹേൽ, ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ഈ സ്കൂളിൻ്റെ തുടക്കകാലം മുതൽ പ്രധാന കെട്ടിടമായി പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടമാണ് എന്നുള്ളതാണ് നമ്മൾ നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം താഴേക്ക് പതിക്കുന്നത്. ശക്തമായ മഴയുണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി. ഇതിൻ്റെ ഭാഗമായി ഈ മേൽക്കൂരയുടെ മുകളിലെ തൂണുകൾ അത് ദ്രവിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഏറെ നാളായി ഇങ്ങനൊരു വെല്ലുവിളി അവിടെ ഉണ്ടായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവിടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഏറെ നാളുകളായി കുട്ടികളെ ആ സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇരുത്താറില്ല, മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ കെട്ടിടം പൊളിക്കാനുള്ള അനുമതിയായതാണ്. ഈ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം പണിത് അങ്ങോട്ടേക്ക് മാറ്റാനുള്ള നടപടികളൊക്കെ അന്തിമഘട്ടത്തിലാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നടപടികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് അധികൃതരുടെ വാദം. പക്ഷേ അഥവാ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും സ്കൂളിൻ്റെ മുറ്റമാണ്, കവാടം കടന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലമാണ്. സ്വാഭാവികമായി അവിടെ കുട്ടികൾ കടന്നു പോകുന്ന വഴിയാണ്, കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. സുഹേൽ പറഞ്ഞതുപോലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. നാളെ മുതൽ പ്രവർത്തിക്കുന്ന ദിവസമാണ്. എന്തായാലും ഇപ്പോഴും ഒരു വെല്ലുവിളി അവിടെ തുടരുന്നുണ്ട്, ഭീഷണി തുടരുന്നുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതേപടി നിൽക്കുകയാണ്. ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ അതിൻ്റെ കഴിക്കോലുകളടക്കം ഇളകി കിടക്കുകയാണ്. അധികൃതർ പറഞ്ഞതുപോലെ ആ പ്രദേശത്തേക്ക് കുട്ടികൾക്ക് പ്രവേശനമില്ല എങ്കിൽ അപകടം ഒഴിവാകും എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ കടന്നു പോകുന്ന ഭാഗമാണ് എങ്കിൽ അത് വലിയ അപകടമാണ്. അവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിക്കണമെന്നടക്കമുള്ള ആവശ്യം നിലവിൽ നാട്ടുകാരടക്കം ഉന്നയിച്ചിട്ടുമുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഒഴിവായത്.